അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള കുറെ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും നമ്മുടെ ക്രിയേറ്റേഴ്സിനെ സ്വാധീനിക്കാറുണ്ട്. ഭയങ്കരമായിട്ടുള്ള തുക ഓഫർ ചെയ്തുകൊണ്ടായിരിക്കും ഇവർ സ്വാധീനിക്കുന്നത്. എന്ന് വെച്ചാൽ ലക്ഷങ്ങളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ലക്ഷങ്ങൾ എന്ന് കാണുമ്പോൾ എപ്പോഴും മനുഷ്യൻ പ്രത്യേകിച്ച് ആവശ്യക്കാരനാണെങ്കിൽ കണ്ണ് മഞ്ഞളിക്കുമല്ലോ. വലിയ ചിലവില്ലാത്ത കാര്യമാണ്. 1 മിനിറ്റിന്റെയോ 2 മിനിറ്റിന്റെയോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ചെയ്യാമെന്ന് കരുതി പല ക്രിയേറ്റേഴ്സും നിരോധിതമായിട്ടുള്ള ആപ്പുകൾ അടക്കം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവരിൽ ചിലർ വലിയൊരു പണി ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളെല്ലാം പൂട്ടിപ്പോയിരിക്കുകയാണ്. അതായത് നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ലീഗൽ ആക്ഷന്റെ ഭാഗമായിട്ട് ഇൻസ്റ്റാഗ്രാം അവരുടെ അക്കൗണ്ടുകൾ ഈ ബെറ്റിംഗ് ആപ്പുകളെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് വീഡിയോകൾ ചെയ്ത അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ ഇട്ട ആൾക്കാരുടെ അക്കൗണ്ടുകൾ പൂട്ടിയിരിക്കുകയാണ്. അതിനകത്ത് വയനാടൻ ബ്ലോഗർ ഉണ്ട്, നമ്മുടെ ഫസ്മിന സാക്കർ ഉണ്ട്, പിന്നെ മല്ലു ഫാമിലി ഉണ്ട്. സോ സത്യം പറഞ്ഞാൽ മുട്ടം പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഒരുപാട് നാളത്തെ അധ്വാനം തന്നെയാണ് ഒരു പേജ് റീച്ചിലേക്ക് കൊണ്ടുവരാനുള്ളത്. അത് നമുക്ക് ഒരിക്കലും കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പലരുടെയും വിചാരം സോഷ്യൽ മീഡിയയിൽ ഒന്ന് പെട്ടെന്ന് ഫോളോവേഴ്സ് ഉണ്ടാവും. അങ്ങനെയല്ല, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണം. ചിലപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ കാണുന്ന 10-15 സെക്കൻഡിന്റെ ഒരു വീഡിയോ പലരും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവരുമൊക്കെ അങ്ങനെ ചാനലുകളും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജുകളും ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു നേരത്തെ ഒരു അബദ്ധം എന്ന് വെച്ചാൽ പലപ്പോഴും ഈ തരികിട ആപ്പുകൾ വലിയ തുകയാണ് പ്രൊമോഷന് വേണ്ടി ഓഫർ ചെയ്യുന്നത്. വലിയ തുക, കാരണം ഇവർക്കൊരു വിശ്വാസ്യത ഉണ്ടാവും സൊസൈറ്റിയിൽ. ആ വിശ്വാസ്യത മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ തുക ഓഫർ ചെയ്യുമ്പോൾ പലപ്പോഴും ഇവർ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ചിന്തിക്കാതെ ആ പൈസ വാങ്ങിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യും. അതിന്റെ ഒരു ഫലമാണിത്. കാരണം ഇത്തരത്തിലുള്ള ഇല്ലീഗൽ പ്ലാറ്റ്ഫോംസ് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ലക്ഷങ്ങളൊക്കെ 10 ലക്ഷം വരെയൊക്കെ ഓഫർ ചെയ്തെന്നൊക്കെ ഈ അടുത്ത ചിലർ വെളിപ്പെടുത്തിയതും കണ്ടിരുന്നു. നമ്മുടെ നിക് ബ്ലോഗ്സ്, സഞ്ജു ടെക് ഇവരൊക്കെ ഈ പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിനെ സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ആപ്പുകൾ വലിയ പൈസ ആരെങ്കിലും ഒക്കെ വാഗ്ദാനം ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പണി കിട്ടും. പിന്നെ ഇരുന്ന് കറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിപ്പോയിരിക്കുകയാണ്. ഇനി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എത്ര നാളത്തെ എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു റീച്ചുള്ള പേജുകളാണ് ഇവർക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഇനി അതുപോലെ ഒന്നും ഉണ്ടാവണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു ലാഭം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നു പറയില്ല. ശരിക്കും അവർക്ക് സംഭവിച്ചത് ഈ സ്വർണ്ണ മുട്ട ഇടുന്ന താറാവിന്റെ വയറ്റിൽ ഒരുപാട് മുട്ടകൾ കാണുമെന്ന് പറഞ്ഞ് അതിന്റെ വയർ കയറി നോക്കിയ മണ്ടനായ ഉടമസ്ഥന്റെ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ തരക്കേടില്ലാതെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പേജുകളുണ്ട്. അപ്പോൾ അതിന് നോർമൽ പ്രൊമോഷൻസ് തന്നെ, ലീഗൽ ആയിട്ടുള്ള പ്രൊമോഷൻസ് തന്നെ ഒരുപാട് വരും. അതിന് ഇത്രയും വലിയ പൈസ ഒന്നും അവർ ഓഫർ ചെയ്യില്ലായിരിക്കും, പക്ഷേ പ്രൊമോഷൻസ് കിട്ടും. പക്ഷേ ഇതുപോലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വലിയ പൈസ കിട്ടും. പക്ഷേ ഇതുപോലെ നമ്മൾ ഇരിക്കുന്ന കൊമ്പും കൂടെ അങ്ങ് മുറിഞ്ഞു പോകും. മര്യാദയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പൈസയും കൂടെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതാകും എന്നുള്ളതാണ് സംഭവിക്കുക. ഇപ്പോൾ ഇവരിന്ന് കരഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. സത്യത്തിൽ ഇത് മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ്. കാരണം ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് വീഡിയോ ചെയ്തതാണ്. ഇത് തട്ടിപ്പാണ്, നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യരുതെന്ന്. പക്ഷേ എന്നിട്ടും അത് കേൾക്കാതെ പ്രൊമോട്ട് ചെയ്തെന്ന് പറയുമ്പോൾ പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ആളുകൾ തേഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പൈസ കിട്ടിയാൽ മതി എന്നല്ല വിചാരിച്ചത്. അതിന്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രേക്ഷകരെ ഒരു കാരണവശാലും പറ്റിക്കരുത്. പ്രേക്ഷകരെ പറ്റിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള പണികൾ തിരിച്ചു കിട്ടും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.